അജീഷ് ശിവകുമാർ കൂടി ചേരുന്നു. അജീഷ്, ഒടുവിൽ കെ സുധാകരൻ അവിടെ കാപ്പാടൻ രമേശിനെ പറ്റി പറയുമ്പോഴൊക്കെ വിതുമ്പുന്ന കെ സുധാകരനെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കണ്ണൂരിൽ മത്സരിക്കണം, കണ്ണൂരിൻ്റെ ഹൃദയമാണ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ ജില്ല മാത്രമല്ല, കണ്ണൂർ സീറ്റിനെ പറ്റിയാണ് കെ സുധാകരൻ പറഞ്ഞത്. ആ ഹൃദയം എന്തായാലും തൽക്കാലം സുധാകരന് കൊടുക്കുന്നില്ല എന്ന് ഹൈക്കമാൻഡ് ഉറച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അലയൊലി റിപ്പർക്കഷൻ എന്താണ് എന്നാണ് ബാക്കി ചോദ്യം. കാരണം കെ സുധാകരൻ്റെ പ്രതികരണം എന്താകും എന്നതാണ് ബാക്കി ചോദ്യം. അത് കോൺഗ്രസിന് അവിടെയും ബാക്കി സീറ്റുകളിലൊക്കെ തലവേദനയാവുമോ എന്നതാണ് ചോദ്യം. അജീഷ്. ഉറപ്പായിട്ട് ഹാഷ്മി, കാരണം ഈ സീറ്റ് നേരത്തെ ഇല്ല എന്നുള്ളൊരു സൂചനകൾ ലഭിച്ചപ്പോൾ മുതൽ തന്നെയാണ് ഈ ഡൽഹിയിൽ നിന്ന് കെ സുധാകരൻ ഉടക്കി കണ്ണൂരിൽ തിരിച്ചെത്തിയത്. അന്ന് പിറ്റേ ദിവസം നമ്മൾ കെ സുധാകരന്റെ വീട്ടിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ സീറ്റില്ല എന്നുള്ള ഒരു തീരുമാനം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ പ്രതിഷേധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ അതിനുശേഷം ഏതാണ്ട് രണ്ട് തവണയാണ് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെട്ടത്. DCCയിലെ പല ആളുകളും കെ സുധാകരൻ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റില്ല എന്ന് അറിയുമ്പോൾ എന്താകും പ്രതികരണം എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും കെ സുധാകരൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഇതുവരെയ്ക്കും പരസ്യമായി നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനോട് സംസ്ഥാന നേതാക്കളിൽ രമേശ് ചെന്നിത്തലടക്കം ഫോൺ വിളിച്ച് പറഞ്ഞത് കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകരുത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും കടുത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.